ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെച്ചാലോ? ചിക്കൻ കറിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ഇന്ന് നമ്മളൊരു ഈസി ചിക്കൻ കറി റെസിപ്പിയാണ് നോക്കുന്നത്. ഇത് ഇടുക്കി സ്റ്റൈലിലാണ് നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി മിക്സ് ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചിക്കൻ മൂടി വയ്ക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ചിക്കനുള്ളിലുള്ള വെള്ളമെല്ലാം പുറത്ത് വരും. അപ്പോൾ അതിൽ കിടന്നിട്ട് ആ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന വരെ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം അപ്പോഴത്തേനും ചിക്കൻ ഓൾമോസ്റ്റ് കുക്കാവും. അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ആ പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് ആ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ പെട്ടെന്ന് കേടാവാതിരിക്കും. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് കൂടിയായിരിക്കും. അപ്പോൾ ചിക്കൻ അങ്ങനെ വെള്ളം വറ്റാനായിട്ട് വെക്കുക. അതേസമയം തന്നെ നമുക്ക് സവോള വഴറ്റിയെടുക്കാം. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഇത്രയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ആ മസാല മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ആ ഗ്രേവിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ മസാല നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം നമുക്ക് ഏത് ഇതിലാണോ അത് വേണ്ടത്, ഇപ്പം മസാല ഇടുന്ന സ്റ്റേജിൽ അതൊരു ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ചിക്കൻ പെരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അത് നന്നായിട്ടൊന്ന് കുറേ നേരം ഇളക്കിയെടുക്കുക. കാരണം ചിക്കൻ ഓൾറെഡി വെന്തതായതുകൊണ്ട് അതിനകത്തേക്ക് ഇനി കുക്കാവേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതിനകത്തേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർക്കുക. ചെറു ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. വെള്ളം ഒഴിച്ച ചിക്കൻ ആ മസാലയിൽ കിടന്ന ചിക്കൻ ഒന്ന് തിളയ്ക്കുന്ന സ്റ്റേജിൽ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കടുക് താളിക്കാം. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകിട്ട് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് കടുക് താളിക്കാം. നമ്മൾ ഇന്നിവിടെ കുക്ക് ചെയ്തേക്കുന്ന ഇടുക്കി സ്റ്റൈൽ ചിക്കൻ കറിയും ട്രിവാൻഡ്രം സ്റ്റൈൽ കപ്പ വേവിച്ചതുമാണ്. ട്രിവാൻഡ്രം സ്റ്റൈൽ കപ്പ വേവിച്ചതിനകത്ത് നമുക്ക് തേങ്ങയൊന്നും ഇടില്ല, മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയെടുത്താണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.